വിവാദ പദ്ധതിയായ PM ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം മന്ത്രിസഭാ യോഗം ഇന്ന് സ്വീകരിച്ചേക്കും. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട UDF-ൽ വ്യത്യസ്ത അഭിപ്രായം നിൽക്കുന്നുണ്ട്. പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. തടഞ്ഞുവച്ചിരിക്കുന്ന ഫണ്ട് നിയമപരമായി നേടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, ക്യാബിനറ്റിന്റെ പൊതുവായ നിലപാട് എന്താണെന്ന് പരിശോധിക്കാം. ദ്രബൻ തിരുവനന്തപുരത്തുണ്ട്. ദ്രബൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും PM ശ്രീ പദ്ധതിക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞവരാണ്. പക്ഷേ ഭരണപക്ഷത്തേക്ക് വന്നപ്പോൾ PM ശ്രീ നടപ്പിലാക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്ന UDF-നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മന്ത്രിസഭ ഉപസമിതിയൊക്കെ ഉണ്ട്. അവർ റിപ്പോർട്ടൊക്കെ ഏകദേശം PM ശ്രീ നടപ്പിലാക്കുന്നതിന് അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്രബൻ, ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ? വെരി ഗുഡ് മോർണിംഗ് മനു തന്നെ മുഖവരെ പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അത് വരും. കാരണം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഉപസമിതി നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള N. ഷംസുദ്ദീൻ മന്ത്രി കൺവീനറായിട്ടും മറ്റ് 3 മന്ത്രിമാർ M. ലിജുവും ഒപ്പം തന്നെ PC വിശ്വനാഥും റോജി M. ജോണുമാണ് ആ സമിതിയിലെ അംഗങ്ങൾ. ഇതാണ് മന്ത്രിസഭാ ഉപസമിതി. അത് വിവിധ ഘട്ടങ്ങളിൽ യോഗം ചേർന്നിരുന്നു. ആദ്യ യോഗം തന്നെ ചേർന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആകാൻ പോവുകയാണ്. 2 ഘട്ടങ്ങളിലായി യോഗം ചേർന്ന് അവർ പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി ഇന്നത്തെ മന്ത്രിസഭാ ക്യാബിനറ്റ് യോഗത്തിൽ വയ്ക്കും. ആ ഉപസമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ചിട്ട് ക്യാബിനറ്റ് ഇന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. ഒരു മാസത്തെ കാലാവധിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഉപസമിതി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി VD സതീശന് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഉപസമിതിയുടെ നിബന്ധനകളിൽ അവർ മാനദണ്ഡമായി പരിഗണിച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് ഇതിൻ്റെ സിലബസ് കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചും ഒപ്പം തന്നെ അവർ എന്തൊക്കെയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എന്ന കാര്യം, ആ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കരിക്കുലം അതായത് സിലബസ് തീരുമാനിക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോവുക, അത് സംസ്ഥാനത്തിൻ്റെ അവകാശമായി നിലനിർത്തിക്കൊണ്ട് അവരുടെ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ മറികടക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് ഉപസമിതി നടത്തുക എന്ന കാര്യം വ്യക്തമായതോടുകൂടി തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള റിപ്പോർട്ടാണ് ഉപസമിതി കൊടുക്കുക എന്ന കാര്യം വ്യക്തമാണ്. മറിച്ച് രാഷ്ട്രീയപരമായ തീരുമാനം മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീഗിനകത്ത് ഭിന്നാഭിപ്രായമുണ്ട്. പല ഘടകകക്ഷികളും പരസ്യമായി ഭിന്നാഭിപ്രായം പറഞ്ഞു. ചില മന്ത്രിമാർ പരസ്യമായി ഈ പദ്ധതിയെ പിന്തുണച്ച് രംഗത്തെത്തി. മുഖ്യമന്ത്രി VD സതീശൻ ഇത് നടപ്പിലാക്കാൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, കേരളത്തിൽ പിന്മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും എന്ന പരിശോധനയാണ്. പിന്മാറില്ല എന്ന കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി നിയമസഭയിൽ പ്രസ്താവിച്ചു. അതിനുശേഷം നിയമസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ വളരെ വ്യക്തമായി പറഞ്ഞതുമാണ്. അതുകൊണ്ട് ഉപസമിതി റിപ്പോർട്ട് രാഷ്ട്രീയപരമായ തീരുമാനം എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ല എങ്കിൽ ഇത്തരം സംഗതിയെ മറികടക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഈ 4 മന്ത്രിമാരുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ കൺവീനറായ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം അവരുടെ നിർദ്ദേശമായി സമിതിയുടെ റിപ്പോർട്ടായി മുന്നോട്ട് വയ്ക്കുക. പക്ഷേ ക്യാബിനറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി കൂടി അതിൻ്റെ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നേരത്തെ UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി ഉപേക്ഷിച്ച് അറബിക്കടലിൽ പദ്ധതി എറിയുമെന്ന് പ്രഖ്യാപിച്ച KM ഷാജി മന്ത്രിസഭയിലുണ്ട്. ആ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ UDF നേതാക്കന്മാർ മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയപരമായ പിന്മാറ്റത്തിലേക്ക് അവർ പോവുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ കൊടുത്തൊരു അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, കേന്ദ്രവുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലും ഈ സർക്കാരിൻ്റെ നയമേ അല്ല. പറയേണ്ട വേദികളിൽ മാത്രം അഭിപ്രായം പറയും, മറ്റതുപോലെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ ഒരു ഏറ്റുമുട്ടലിന് തങ്ങൾ തയ്യാറല്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ അസന്നിഗ്ധമായി പലതവണയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർ കാവ്യവൽക്കരണം, ഗവർണറുടെ നടപടികൾക്കെതിരെയുള്ള സമീപനം എന്താണ്, സത്യപ്രതിജ്ഞ മുതൽ UDF സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു അക്ഷരം പോലും ബഡ്ജറ്റിലോ അവരുടെ ധവളപത്രത്തിലോ ഉണ്ടായില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബഡ്ജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടും ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പലതരത്തിൽ പറയുകയും വിഭവ സമാഹരണത്തിന് എന്ത് ചെയ്യുമെന്ന ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് ഒരു കുത്തിനോവിക്കുന്ന, ഒരു തരത്തിലും അവരെ മുറിപ്പെടുത്തുന്ന ഒരു വാക്കുകൊണ്ട് പോലും അവരെ മുറിപ്പെടുത്താത്ത സമീപനമായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതുകൊണ്ട് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി അവരെടുത്ത നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മറുപടി പറയേണ്ടി. ഒപ്പം തന്നെ ലീഗാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. അന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ അന്ന് നിയമസഭയിൽ ശക്തമായി വാദിക്കുകയും LDF-നെ ആക്രമിക്കുകയും ചെയ്ത ഒരാളാണ് N. ഷംസുദ്ദീൻ എന്ന ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ഇന്ന് ക്യാബിനറ്റിൽ അതിവേഗ റെയിൽവേ ലൈനിനെ സംബന്ധിച്ച്
എന്താണ് സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശം, എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ബദൽ എന്താണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ IM ശ്രീധരനുമായി ബന്ധപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വെച്ചതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നേരത്തെയുള്ള പദ്ധതി ഉപേക്ഷിക്കുമ്പോൾ പൂർണ്ണമായി അതിവേഗ പാത എന്ന ആശയത്തെ ഉപേക്ഷിക്കാൻ UDF തയ്യാറായിരുന്നില്ല. അവർ പറയുന്നത് നേരത്തെ ഉള്ള LDF കൊണ്ടുവന്ന കേരയിൽ പദ്ധതി എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് വളരെ തരത്തിൽ വിനാശകരമാണ്. അതുകൊണ്ട് പരിസ്ഥിതിക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത അവസ്ഥയിൽ ആ രീതിയിൽ ഒരു പദ്ധതി വേണം എന്ന നിലപാട് UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ പദ്ധതി ഇന്നത്തെ ക്യാബിനറ്റിൽ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുമോ, ആ സമർപ്പിച്ചാൽ അതിൽ രാഷ്ട്രീയ തീരുമാനം UDF എടുക്കുമോ എന്നതാണ്. അങ്ങനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം അംഗീകരിക്കാതെ മറികടന്നുകൊണ്ട് എന്ത് മാർഗമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ളത്, ഒപ്പം തന്നെ അങ്ങനെ പദ്ധതി തുടരാൻ തീരുമാനിച്ചാൽ എന്ത് രാഷ്ട്രീയ വിശദീകരണമാണ് സർക്കാർ മുഖ്യമന്ത്രി നൽകുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും നിർഭൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ സാധ്യത നിർഭൻ പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണ്, അത് വോട്ട് കിട്ടാൻ വേണ്ടി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? സ്വന്തം അണികളെ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ UDFന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കഴിയുമോ നിർഭൻ? ഈ വിഷയത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയുമെന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും PM ശ്രീ നടപ്പിലാക്കില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. അപ്പോൾ അവരെങ്ങനെ സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയും? അതൊരു പ്രശ്നമാണ്. അത് നിൽക്കുന്നു. ഇപ്പോൾ ഇവരുടെ സാങ്കേതിക ന്യായം എന്താണ്? LDF സർക്കാർ ഇത് ഒപ്പിട്ടതുകൊണ്ട് ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണല്ലോ. എന്നാൽ അതാണോ വസ്തുത? ഒപ്പിട്ടതിന് ശേഷം LDF സർക്കാർ ആ പദ്ധതി മരവിപ്പിക്കുകയായിരുന്നില്ലേ? കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അടക്കം അത് വ്യക്തമാക്കിയതല്ലേ ഈ പദ്ധതി ആ സർക്കാർ മരവിപ്പിച്ചു, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ ആ ന്യായം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കേണ്ടതാണോ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായും മനു, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന കാര്യം കേന്ദ്രത്തിൽ കത്ത് കൊടുക്കുന്നു. അതിൻ്റെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. അത് നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ മാത്രമല്ല പാർലമെൻറ്റിലും മന്ത്രി തന്നെ വ്യക്തമാക്കി ആ നടപടിക്രമങ്ങൾ കേരളം പാലിക്കുന്നില്ല, ആ നടപടിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. ഒരു തരത്തിലും PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാത്ത സമീപനമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എന്ന കാര്യം പാർലമെൻറ്റിൽ തന്നെ മന്ത്രി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് MP തന്നെ അത് ചോദ്യമായി ഉന്നയിച്ചു. അത് പകൽ പോലെ വ്യക്തമാണ്. അത് ഒരു കാരണവശാലും തടസ്സമില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുള്ള സംസ്ഥാനങ്ങൾ കൂടെ ചരിത്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പദ്ധതി പിന്മാറുന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തടസ്സവും സംസ്ഥാന സർക്കാരിനില്ല എന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ വിശദാംശങ്ങളടക്കം വ്യക്തമാക്കിയതാണ്. അതിൽ വ്യക്തമായ മറുപടി രണ്ടാമത് ആദ്യം നിയമസഭയിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് രണ്ടാമത് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം വസ്തുതകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനി രാഷ്ട്രീയപരമായ ചോദ്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് SSK ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം അന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതാണ്. കാരണം കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട ആ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ട തുക അതുകൂടി തടഞ്ഞു വയ്ക്കുന്നു. അത് ലഭിക്കാനുള്ള മാർഗം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കാരണം നടപ്പിലാകുന്നില്ല എന്ന കാര്യം അന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അന്ന് പക്ഷേ അതിനെ ആ കാര്യങ്ങളെ, അത്തരം നിലപാടുകളെ, വസ്തുതകളെ തള്ളിക്കളയുന്ന സമീപനമാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്, ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് അവർ പറയുന്ന ന്യായമെല്ലാം അതേ ന്യായങ്ങളെ, അതായത് അന്ന് പറഞ്ഞ വസ്തുതകളെ, അത് ശരിയാണ് എന്ന കാര്യം അവർക്ക് നിയമസഭയിൽ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ രാഷ്ട്രീയപരമായി പിന്നോട്ട് പോകേണ്ടി വരുന്നു. U-ടേൺ, എല്ലാ കാര്യത്തിലും U-ടേൺ ആണല്ലോ. അത് ലീഗടക്കമുള്ള നേതാക്കൾ ആ U-ടേണിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വലിയ പ്രശ്നമുള്ളത് മനു, UDFൻ്റെ യോഗം എത്ര വിവാദങ്ങളുണ്ടായി. സർക്കാർ വന്ന് 2 മാസം ആകുന്നു. പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ, ഒന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട ഓഹരി വിറ്റഴിക്കൽ, ഒപ്പമാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുൻ KPCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, AICC ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യങ്ങൾ, സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ ബദ് നിയമനം, ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അങ്ങനെയുള്ള ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വിവാദ വിഷയങ്ങളിൽ തങ്ങൾക്ക് അഭിപ്രായമുണ്ട്, തങ്ങളെ കേൾക്കണമെന്ന നിലപാട് സ്വീകരിച്ച് UDF യോഗം ചേരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. 2 മാസം UDFൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സമയം നോക്കി വിളിക്കാൻ കഴിയൂ എന്ന കാര്യം UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അദ്ദേഹം
2 മാസമായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു UDF യോഗം ചേരാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം വിവാദങ്ങൾക്ക് അവിടെ മറുപടി പറയേണ്ടി വരും, നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കമാണോ മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന തരത്തിലുള്ള സന്ദേഹം പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലായിട്ടുള്ള പ്രത്യേകിച്ച് ലീഗ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള അതൃപ്തി കൂടി അവരുടെ ഘടകകക്ഷി അണികളിൽ തന്നെ വ്യക്തമാവുകയാണ്. കാരണം ഇത്തരം ഒളിച്ച് കടത്തലുകൾ, നയപരമായ പല കാര്യങ്ങളും എടുത്ത നിലപാടിൽ നിന്ന് ഒളിച്ച് കടത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടികളുടെ ലീഡർമാർക്ക് കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് വഴങ്ങുന്നുവെന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അതുകൊണ്ട് PM ശ്രീ പദ്ധതിക്കൊപ്പം മനു പറഞ്ഞപ്പോൾ അതുവരെ ഞാൻ ചേർത്ത് പറഞ്ഞതാണ്. കാരണം നയപരമായ തീരുമാനങ്ങൾ ഈ സർക്കാർ കേന്ദ്രത്തിനുമായി അനുകൂലമായ സമീപനമാണ്, വളരെ സോഫ്റ്റ് കോർണറാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ UDF എന്ന യോഗത്തിലോ കോൺഗ്രസിലോ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നില്ല, KPCC യോഗം ചേരുന്നില്ല, വിവാദ വിഷയങ്ങളിലെല്ലാം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കാതെ ഒരു തരത്തിലുള്ള ഒരു ഒളിച്ചുകളി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അണികളും ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട മുൻനിര നേതാക്കൾ ഒഴിച്ച് രണ്ടാം നിരയ്ക്കൊക്കെ തന്നെ കടുത്ത അതിർത്തിയുണ്ട്. കാരണം KM ഷാജിയെ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണം, ആ പ്രതികരണത്തെ സംബന്ധിച്ച് ലീഗിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നതാണ്, കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യാതെ ഒഴിഞ്ഞു മാറാനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ ഉപസമിതി റിപ്പോർട്ടും അവിടെ സമർപ്പിക്കാതെ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കാതെ വീണ്ടും അത് ലാഗായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മനു.